ഹായ് ഹലോ നമസ്കാരം ഗൈസ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രാവലിംഗ് ബ്ലോഗാണ്. തിരുവല്ല ടു മൂന്നാർ. സമയം ഇപ്പം 3 മണി. ഒന്നുമില്ല, ഒറ്റ മൈൻഡ് മൂന്നാർ. ഗൈസ്, നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ട്രാവലിംഗ് ബ്ലോഗാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവല്ലയിൽ നിന്ന്. തിരുവല്ല ടു മൂന്നാറാണ് പോകുന്നത്. നമുക്ക് നോക്കാം മൂന്നാറിലെ കുറേ കാഴ്ചകളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ കാണാം. തിരുവല്ലയിൽ നിന്ന് ഇപ്പോൾ പെട്രോൾ അടിച്ച് ഇറങ്ങി. ഈ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ വെട്ടം വന്നിട്ട് കാണിക്കാം. ഹേ ഗൈസ്, ഇപ്പം നമ്മൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കറക്റ്റ് നമ്മൾ കുട്ടിക്കാനം ഉണ്ട്. കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. മരിയൻ കോളേജിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം സമയം 5:15 5:17. ഒരു ചായ കുടിക്കുക, എന്നിട്ട് ഒരു പോക്കുക. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. ഇപ്പം അത്യാവശ്യം കോടയും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. ഹേ ഗൈസ്, നമ്മൾ ചായയും കാര്യങ്ങളും കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുട്ടിക്കാനത്തുനിന്ന് നമ്മൾ യാത്ര തുടങ്ങിയാണ്. ഹേ ഗൈസ്, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുട്ടിക്കാനത്ത് പിന്നെയും കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് മൂന്നാർ റോഡിൽ തന്നെ നല്ല എന്താ പറയുക, നല്ല കോടയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 സൈഡിലും തേയിലത്തോട്ടും നല്ല കോടയും കാര്യങ്ങളും. അതെന്താണെന്ന് വെച്ചാൽ കാണിച്ചു, ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം നിങ്ങൾ. അപ്പോൾ നിപ്പിലെ കോട പോകുന്നത് ഇപ്പം ഇവിടെ കണ്ടല്ലോ. ഇത് ഫുള്ള് മുകളിലായിരുന്നു. അത് ജസ്റ്റ് എന്താ പറയുക, ഇത്ര സെക്കൻഡുള്ളിലാണ് കോട താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചപ്പുറം വേറെ നല്ല രീതിയിൽ കാണാം. അതും കൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇല്ല ഗൈസ് ഇപ്പോൾ നമ്മൾ
കട്ടപ്പന ഏലപ്പാറയെല്ലാം കഴിഞ്ഞൊരു സ്പോട്ടുണ്ട്, കറക്റ്റ് പേരറിയത്തില്ല. മുകളിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഇതൊരു ഓഫ് റോഡാണ്, ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ റോഡ് കണ്ടോ. ഇത് വല്ല താറോ ജീപ്പോ കാര്യങ്ങളൊക്കെ വേണം. വേറെ 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഉള്ളിൽ മുകളിലേക്ക് നടക്കാൻ. നമുക്ക് നോക്കാം. ഇപ്പം തന്നെ കിഴക്കണം. മുകളിലേക്ക് എത്താൻ 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ആയാലും എത്ര ഉണ്ടെന്നോ എങ്ങനെയാണെന്നൊക്കെ. കറക്റ്റ് ഇവിടുത്തെ ലൊക്കേഷൻ്റെ പേര് അറിയില്ല. പിന്നെ മണ്ടയ്ക്ക് എന്താ നീലക്കുറിഞ്ഞി നല്ല സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. എത്തിക്കണ വിചാരിക്കുന്ന പോലല്ല ഇത് കയറാൻ കേട്ടോ. വല്ല താറോ ജീപ്പോ എല്ലാം തന്നെ വേണം. പട്ടി കിടക്കണ പോലെ കിടക്കണ. സോ ഗൈസ്, നമ്മൾ ഇത്രയും കയറി വന്നാൽ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയൊരു ഗ്ലിംസ് തരാം. നമ്മൾ ഇത്രയും കയറി എന്തിനാന്ന് വെച്ചാൽ ചെറിയൊരു വ്യൂ ഇവിടുന്ന് കാണിക്കാം. ഇതിൻ്റെ മണ്ടയ്ക്ക് വരുമ്പോൾ ഇതിനും കിടുമായിരിക്കും. ഇവിടുന്ന് ഇത്രയാണെങ്കിൽ നമ്മൾ മുകളിൽ ചെന്നിട്ട് എങ്ങനെ ആയിരിക്കാം, മുകളിൽ ചെന്നിട്ടുള്ള ഇതിനുള്ള കാഴ്ചകൾ കാണാം. സോ ഗൈസ്, നമ്മൾ ഇത്രയും കയറി എന്തായാലും വെറുതെ ആയിട്ടില്ല. കിടിലം കുറേ കാഴ്ചകൾ കാണാം. നമ്മളിത് ഒരു ബ്രോ നമുക്ക് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് യൂട്യൂബത്തേക്ക് ബ്രോ പോയിട്ടുണ്ട്, ബ്രോ അയച്ചു തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ വന്നത്. പക്ഷെ ഇത്രയും കയറിയപ്പം തന്നെ എന്താ അടിപൊളി. ഉറപ്പായിട്ട് നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്. വരിക, കാണുക, എൻജോയ് ചെയ്യുക, പോവുക. കിടും. എന്നാലും നല്ലപോലെ കയറാനുണ്ട്. ഏറ്റവും ടോപ്പിൽ ചെന്നിട്ടുള്ള വ്യൂ കാണിക്കാം. കുമളിയിൽ നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടിലെ ഒരു ഹിഡൻ സ്പോട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഇത് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഏതായാലും അത്രയും കയറി വന്ന് 1 കിലോമീറ്ററോളം ഉണ്ട്. സത്യം ഉറപ്പില്ല, ആ അണ്ണം പറഞ്ഞ സത്യം 1 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ വന്നത് വെറുതെ ആയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഓഫ് റോഡിൽ അത്ര കുത്തനെ കയറ്റം നമ്മൾ ഒരു വിധത്തിലാണ് കയറിയത്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താ, ടോപ്പിൽ വന്നിട്ടുള്ള ഇതിൻ്റെ വ്യൂ അത് നമ്മൾ കാണാനാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കാഴ്ചകൾ നിങ്ങൾ കാണാം. ഈ കോടയിൽ വന്ന് അവസാനിക്കും. ഇപ്പം നമ്മൾ കുമളിയിൽ നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടാണ്. 2 ലൊക്കേഷൻ നമ്മൾ നോക്കിയിട്ട് കിട്ടുന്നില്ല, ഗൂഗിളിലും കിട്ടുന്നില്ല. എന്തായാലും നമ്മളൊരു കിടിലം വ്യൂ. നമ്മളെന്തായാലും രാവിലെ വരാനാണ് നോക്കി, നമുക്ക് നടന്നില്ല. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ പോലും ഇത് കുറേ നല്ല മലനിരകൾ, പച്ചപ്പ്, അതിനകത്തൊരു കോടയും കാര്യങ്ങളും. അടിപൊളി വെച്ചാൽ അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് കാണാനേ ഉള്ളൂ. ഇത് തന്നെ കണ്ട് ആസ്വദിക്കുക, സന്തോഷിക്കുക. നൈസ് വ്യൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേസ്. ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഇത് കാണിച്ചു തരാമെന്നാണ്. നല്ല പച്ചപ്പും കുറേ ഇവിടെ മലനിരകളും. നമ്മളിപ്പോൾ കോട മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇനി അടുത്ത് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വ്യൂവും കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാവുന്നതാണ്. പിന്നെ അവിടെ ഒരു കുളവും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കോടയും കാര്യങ്ങളും കാണിച്ചത്. അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ കണ്ട് ഈ ഒരു വ്യൂ വരും. കിടും.
എന്തായാലും കൊള്ളാം, അടിപൊളി. സോ ഗൈസ്, നമ്മുടെ ആ ഹിഡൻ സ്പോട്ടിൽ നമ്മളിപ്പം തിരിച്ചിറങ്ങുവാണ്. ഇനി അടുത്ത് മൂന്നാറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി പോകുന്ന വഴിക്ക് നല്ല സ്പോട്ടും കാര്യങ്ങളുണ്ട്, അവിടെ ഇറങ്ങും. അല്ലെങ്കിൽ കറക്റ്റ് ഇനി മൂന്നാർ പോയിട്ട് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളായിരിക്കും. കാരണം ഇതെന്തായാലും ഒരു ഹിഡൻ സ്പോട്ടാണ്. കിടിലെന്ന് വെച്ചാൽ കിടിലം വ്യൂ ആണ്. ഈ സമയത്ത് വരാം, സമാധാനമായിട്ട് വന്ന് പോവാം. നല്ല ആംബിയൻസ്, എന്താ പറയണ്ടേ, ഒരു മനുഷ്യൻ്റെ ശല്യമോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിനകത്ത് നടന്ന് വരാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ ബുദ്ധിമുട്ടിൻ്റെ ഫലം നമുക്ക് മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താ പറയുക, ആ കാഴ്ചയിൽ നമുക്കെല്ലാം കിട്ടുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതുവഴി പോകുന്നവർ ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക, ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുക. ഓക്കെ യെസ്, നമുക്ക് എന്തായാലും ഈ വന്ന് കയറ്റം തിരിച്ച് ഇറക്കവും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വഴി ഒന്ന് കാണിച്ചു തരാം എത്രമാത്രം ഉണ്ടെന്ന് കയറണമെന്നുള്ളത്. ഗൈസ്, നമ്മൾ വ്യൂ പോയിന്റിന് ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത് മൂന്നാറിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ആണെങ്കിൽ അവിടുത്തെ വീഡിയോയും കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ മൂന്നാർ ചെന്നിട്ട് നമുക്ക് കാണാം. ശരി. ഇത് മൂന്നാർ, ഇതാ. സോ ഗൈസ്, ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാർ റോഡിലെ വെട്ടുവമ്പാർ എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റാണ്. ഇതിലോ അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഏകദേശം സമയം 9:15 നല്ല വെയിലും കാര്യങ്ങളുണ്ട്. പക്ഷേ അതോടൊപ്പം നല്ല കോടയും മഞ്ഞും കാര്യങ്ങളൊക്കെ. കിടിലം ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കിടിലം ക്ലൈമറ്റ്. എല്ലാവരും വരിക, കണ്ടിട്ട് പോവുക. സൂപ്പർ സ്ഥലങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. വന്ന വണ്ടി ഇതാണ്, G3 ചെന്നാർ എന്ന് പറഞ്ഞ BMW-ൻ്റെ ആ ബൈക്കിലാണ് നമ്മൾ വന്നത്. ഈ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്കിന്നത് തോന്നി 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഏത് ഗിയറിലായാലും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പക്കാ സ്മൂത്ത്. വണ്ടി കൈ കൊടുത്താൽ കയറി ഞാൻ പൊക്കോളും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എത്ര രൂപ കൊടുക്കുന്നു അതിൻ്റെ സീറ്റിങ് കാര്യം പക്കാ കംഫർട്ടബിൾ. ബാക്കിലിരിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല നമ്മൾ വണ്ടി ഓടിക്കാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 3 മണി സമയത്ത് ഇറങ്ങി, ഇത്ര നേരം ഒരു 6 മണിക്കൂറോളമായി. ഒരു മടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണ്. കാരണം വണ്ടിയും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. അത് നമ്മുടെ ചെക്കൻ്റെ വണ്ടിയാണ്. നമ്മൾ മുമ്പേ തന്നെ അവിടെ നിന്നാണ് ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്തത്. അതിൻ്റെ മുകൾ വശത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂന്നാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ കിട്ടും. ഇതിന് വല്ലതും വേറൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിടിലൻ സ്പോട്ട്, അല്ലെങ്കിൽ കിടിലൻ സ്ഥലം, കിടിലൻ വ്യൂ, കിടിലൻ ആംബിയൻസ്, എല്ലാം കൊണ്ടും ഓവറോൾ അടിപൊളി. കാരണം അത്രമാത്രം കൊള്ളാം. ഒരു ഫോറിൻ കൺട്രിയുടെ ഒരു ഫീല് എവിടേക്കോ വരുന്നുണ്ട്. ഒരുപാട് നല്ല സ്ഥലങ്ങൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ
റീൽസിനകത്ത് മാത്രം കണ്ട സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണോ ആ ഒരു ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ഫീലും വരുന്നുണ്ട്. അതോടൊപ്പം ഒരു വെയിലുമുണ്ട്, തണുപ്പുമുണ്ട്, കോടയുണ്ട്, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ ഒരു ഫോറിൻ കൺട്രിയുടെയൊക്കെ എവിടേക്കോ നമുക്ക് ആ ഒരു ഫീൽ എത്തുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ ഒരു റോഡ് എന്തടിപൊളിയാണ്. ടാറിങ്ങും കാര്യങ്ങളും പക്കയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, പല സംസ്ഥാനം പല പുറത്തുനിന്നുള്ള പലരും വരുന്നുണ്ട്. വീണ്ടും വീണ്ടും ആൾക്കാർ ഇവിടെ വരുന്നതും ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അറിയപ്പെടുന്നതും ഈ റോഡിൻ്റെ എല്ലാം കണ്ടീഷനുമുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ അതോടൊപ്പം ഈ ഹെൽമെറ്റ് വെച്ച് സംസാരിക്കുക വേറെ ഒന്നുമില്ല. ഹെൽമെറ്റ് വെച്ച് മുടിയും കാര്യങ്ങളൊക്കെ ചപ്പുറ വല്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഹെൽമെറ്റ് ഊരായിരിക്കണം ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അടുത്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊരു അരുവിയുണ്ട്, വെള്ളച്ചാട്ടം. നല്ല മുകളിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം. ശകലേ ഉള്ളൂ, അതെന്തായാലും കാണിക്കാം. ആ മുകളിൽ നിന്നാണ് ആ അരുവി ഒഴുകി വരുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട അരുവി സെറ്റാണ്. ഇതിന് ചുറ്റും നിന്ന് കുറേ ആൾക്കാരെല്ലാം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ റൂട്ടിൽ നമ്മളൊരു ബസ് ഉണ്ട്. ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കും. SRTC പുതിയൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട്, ഡബിൾ ഡെക്കർ വണ്ടി മൂന്നാർ റൂട്ടിൽ. ആ ബസ്സിൻ്റെ വിഷ്വൽ നമ്മൾ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് കിട്ടിയതാണ്. നമ്മൾ മൂന്നാർ പോകുന്ന വഴിയിൽ കിട്ടിയതാണ്. KSRTC ആണ്, പുതിയൊരു KSRTC ആണ്. നമ്മളിവിടുത്തെ റീൽസ് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടുത്തെ റീൽസും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് ഇതൊരു പുതിയൊരു ഇത് കണ്ടായിരുന്നു. അതായത് നമുക്ക് കാണാൻ പറ്റിയൊരു സന്തോഷം. കിടക്കുന്നത് കിരീടം ഒരു നല്ലൊരു വ്യൂ പോയിന്റിലാണ് അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കറങ്ങി വരുമ്പോഴത്തേക്ക് റോക്ക് കേവ് എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്താണ്. ഇതാണ് ആ റോക്ക് കേവ് എന്ന് പറഞ്ഞത്. കയറി നോക്കാം എന്താണ്. പ്രത്യേകിച്ചൊരു പാറയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണാം. വെറുതെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിലെ വ്യൂ ഉണ്ടോ? ഇതാണ് വ്യൂവും കാര്യം. മൂന്നാർ പോകുന്ന വഴിക്ക് ലക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നത്. സോ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പം ഓർക്കാറുണ്ട് എന്താണ് ഇത്ര നാളായിട്ട് ഇവിടെ വരാൻ വരാഞ്ഞതെന്നൊക്കെ. പക്ഷെ അതുപോലെ അടിപൊളിയാണ്. എന്ത് രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണാനും ഒക്കെ. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇത്ര നാളും റീൽസിൽ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അതേപോലെ ആവണമെന്നില്ല. പക്ഷേ ഈ നമ്മൾ എന്തൊക്കെ ഇങ്ങോട്ട് വരാൻ നേരം ഞാൻ നോക്കിയ റീൽസിനകത്ത് എങ്ങനെയൊക്കെ ഉണ്ടോ ആ രീതിയിൽ തന്നെ സ്ഥലങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ ഓരോ കാര്യങ്ങളായിക്കോട്ടെ, അതേ കറക്റ്റ് ആ ഒരു ഫീൽ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അല്ല കറക്റ്റ് ആ ഒറിജിനാലിറ്റി കിട്ടുന്നുണ്ട് നമുക്ക്. അല്ലെ നമ്മളിപ്പോൾ റീല് കാണാൻ അത് സത്യമാവണമെന്നില്ല. പക്ഷേ ഈ ഒരു സാധനം എന്തായാലും അടിപൊളി, നല്ല രസമുണ്ട് ഗയ്സ്. ഹേ ഗൈസ്, ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് കറക്റ്റ് 11 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനിയും ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ ഹോട്ടലിലാണ് പോകാൻ പോകുന്നത്. ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് കാണാം. നല്ല വിശപ്പുണ്ട്.
ഗൈസ് നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 42 കിലോമീറ്റർ ഉണ്ട്. ഇനി എന്നാൽ പിന്നെ വട്ടവട കാഴ്ചയിലേക്ക് പോവാം. മച്ചമ്പി കയറി ഇരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുന്ന വഴിയാണ്. അതിലൊരു ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ എടുക്കാൻ പറ്റത്തില്ലേ? പോകുന്ന ഒരു വഴിയാണ്. ഇതാണെങ്കിൽ എക്കോ പോയിന്റ് എന്ന് പറയും. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ഇതിൽ കാണിച്ചു. ഈ വരുന്ന വഴിക്ക് തന്നെ ഇതുപോലെ തന്നെ എക്കോ പോയിന്റ്, എലിഫൻറ്റിൻ്റെ എന്തോ, പിന്നെ മാട്ടുപ്പെട്ടി ഡാം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. മാക്സിമം എല്ലാവരും ബൈക്കിൽ തന്നെ ഈ വഴി പോകാൻ നോക്കും. അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണ്. സൈഡിൽ ഫുള്ള് കടകളും പിന്നെ വലിയ വണ്ടിയൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ്. പിന്നെ സൈഡിൽ തന്നെയാണ് എല്ലാവരും പാർക്കും കാര്യം ചെയ്യുന്നത്. അതിനകത്തുള്ള പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ റൂട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും 2 വീലർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തോന്നുന്നു. കുറേ പോയിന്റും കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വട്ടവട ചെന്നിട്ട് കാണാം. അതായിരിക്കും തന്നെ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും പിന്നെ ഫോണിലും ചാർജ് ചെയ്യണം. അവിടുത്തെ വിഷ്വൽസ് എടുക്കും. അതുകൊണ്ട് നമുക്ക് വട്ടവട ചെന്നിട്ട് കാണാം. നമ്മൾ ഇവിടുന്ന് ഈ വട്ടവട ഇരിക്കുന്ന ചെക്ക് പോസ്റ്റിന് കയറി കഴിഞ്ഞാൽ തിരിച്ചെത്തുക ഒരു 6 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങും. ഇവിടെ ഒരു 5 കിലോമീറ്റർ എന്ന് പറയുന്നത് ഫോറസ്റ്റാണ്. അവിടെ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ അധികൃതർ നമ്മളെ ഉള്ളിലേക്ക് കയറ്റുന്നത്. നമ്മളിപ്പോൾ വട്ടവടയ്ക്കുള്ളിലൂടെ പോയിട്ട് വട്ടവട ഫോറസ്റ്റ് അകത്തൂരാണ് പോകുന്നത്. ഇത് 5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു പാമ്പാടൻ ശൂലം എന്ന് പറഞ്ഞൊരു ചെക്ക് പോസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അവിടെ കഴിയുമ്പോൾ തൊട്ട് പിന്നെന്താ സാധാരണ അവിടുത്തെ ആൾക്കാരും അങ്ങനെയുള്ള കുറേ സെറ്റപ്പിലേക്ക് എത്തും. അവിടുന്ന് പിന്നെ കുറേ നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് മോശപ്പെട്ട റോഡും കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചു വരികയാണ്. ഇതിന് വട്ടവട പോകുന്നിടത്ത് ഒരു ടോപ്പ് സ്റ്റേഷനുണ്ട്. അവിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം വ്യൂവും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിലേക്കൂടെ ഉള്ളൊരു വഴിയുണ്ട്. ആ വഴിക്കൂടെ ഫുള്ള് കടകൾ കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് കുറേ കടകളുണ്ട്. പലതരം കടകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്തായാലും ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള വ്യൂ കാണാം. നമ്മളിപ്പം ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാണാം. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ളത് കാണിച്ചിട്ട് പോകാം.
ഇവിടെ നടന്നു വരുമ്പോഴത്തേക്ക് 20 രൂപ പാസ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപ പാസ് വെച്ചാണ് ഈ ടോപ്പ് സ്റ്റേഷനെ കൊണ്ട് വരുന്നത്. അടിപൊളി. ഇപ്പം സമയം നിങ്ങൾ നോക്കണം, 2:30. ഈ 2:30 സമയത്തും ഇവിടെ നല്ല തണുപ്പും നല്ല കോടയും കാര്യങ്ങളൊക്കെ. അടിപൊളി. കണ്ട് കോട. ഇതാണ് ടോപ്പ് സ്റ്റേഷനിലെ വ്യൂവും കാര്യങ്ങളും. ഇനി അടുത്ത് നമ്മൾ വണ്ടി വെച്ചേക്കടുത്ത് പോകുന്നു, വണ്ടി എടുക്കുന്നു, അവിടെ നിന്ന് വരെ ഇനി മൂന്നാർ പോകുന്നു. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെല്ലാം കണ്ട് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നിന്ന് വരെ മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ എന്നാലേ റേഞ്ചും കാര്യങ്ങളുള്ളൂ. അവിടെ ചെന്നിട്ട് തീരുമാനിക്കുക ഇനി എങ്ങോട്ടാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. എല്ലാത്തിനും നന്ദി. ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ട്രാവലിംഗ് വ്ളോഗ് എല്ലാവരും കണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ തിരുവല്ല ടു മൂന്നാറാണ് പോയത്. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് നമ്മൾ പോയായിരുന്നു. അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്ക് റോഡും കാര്യങ്ങളും കുറച്ച് മോശമായതുകൊണ്ട് നമുക്ക് തിരിച്ചിറങ്ങേണ്ടതായിട്ട് വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി നമുക്കൊരു വട്ടം വട്ടവടയ്ക്ക് പോവാം, കുറച്ച് ദിവസം സ്റ്റേ ചെയ്ത് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് മൈൻഡ് സെറ്റ് ചെയ്തു. നമ്മളവിടെ തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വളരെ കുറവായത്. ഇപ്പോൾ മൂന്നാർ പോകുന്നവർ അവിടുന്ന് വട്ടവടയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീസൺ സമയമാണ്. അതിൻ്റെ ആയിട്ടുള്ള റഷും കാര്യങ്ങളും നല്ലപോലെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. പിന്നെ വട്ടവടയിലേക്ക് പോകുന്ന വഴിയിൽ കുറേ എന്താ പറയണ്ടേ, കാണേണ്ട അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. 2 ഡാമും അങ്ങനെ കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കയറേണ്ടിട്ട് വരും. അന്നേരം അവിടോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ബൈക്കിന് പോവുക, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ ജീപ്പ് യൂസ് ചെയ്യുക. കാരണം അവിടുത്തെ രാജാക്കന്മാർ അവിടെ ജീപ്പ് ഓടിക്കുന്നവരൊക്കെ തന്നെയാണ്. അവരാണ് ഈ കുത്തിക്കയറ്റി എങ്ങനെയും എത്തിച്ചു തരും. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ട്രാവലറോ അല്ല, അത്യാവശ്യം നമ്മളൊരു വണ്ടി കൊണ്ട് പോയി ഭയങ്കര പാടാണ്. നല്ല ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. നമ്മളൊരു ബ്ലോക്കിൽ നിന്ന് 1 മണിക്കൂറിൽ തന്നെ 1 കിലോമീറ്റർ കഷ്ടിച്ചേ പോകത്തുള്ളൂ. അമ്മാതിരി രീതിയിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ട്. ബൈക്കാണെങ്കിൽ നമുക്ക് എങ്ങനെയും കുത്തിക്കയറ്റി ഇടയ്ക്കിടെ പോകാൻ പറ്റും. അതും കൂടെ എല്ലാവരും നോക്കുക. പിന്നെ നമ്മൾ കാണേണ്ട ഒരു സ്ഥലവും കൂടാണ് മൂന്നാർ. നമ്മൾ കേരളത്തിൽ തന്നെ ഉള്ളൊരു നല്ലൊരു കിടിലം സ്പോട്ടാണ്. എല്ലാവരും പോയി കാണുക, പോയി എൻജോയ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ഒരു ക്ലിപ്പിൽ നമ്മുടെ ഡേവിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു സ്ഥലമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. നമ്മളവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. പല സംസ്ഥാനം പല സ്ഥലങ്ങളിൽ ആൾക്കാരുണ്ട്. പുള്ളി എന്നെ കണ്ടിട്ടുണ്ട്. ഞാനും പുള്ളിയെ കണ്ടിട്ട് ഒന്നുമില്ല. ഞാൻ ഏതാണ് എന്താണെന്ന് പോലും പുള്ളിക്കറിയാം. നമുക്ക് അവിടെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും നമ്മളിതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു മനുഷ്യൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ മൂന്നാർ വന്നു. മൂന്നാറിൽ വന്നാൽ മാത്രം നമുക്ക് റേഞ്ചും കാര്യങ്ങളുള്ളൂ. വേറൊരു വഴി വരാൻ വീട്ടിലേക്ക്. അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ട് വരാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഫോൺ ആയിക്കോട്ടെ, പവർ ബാങ്ക് ഒക്കെ ആയിക്കോട്ടെ, എല്ലാം ഓഫായി പോയതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും പോകാനോ അവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങൾ എടുക്കാനും സാധിച്ചില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് വീട്ടിലേക്കായിരുന്നു വന്നത്. പിന്നെ സോ ഗൈസ്, നമ്മുടെ ട്രാവലിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.